കഴിഞ്ഞ 2 വർഷമായി സൗദിയിലെ റിയാദിൽ ഹൗസ് ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു തിരുവനന്തപുരം മലയൻകീഴ് സ്വദേശി അനിൽകുമാർ. കഴിഞ്ഞ ഡിസംബർ 7-ന് ഇദ്ദേഹം നാട്ടിലേക്ക് എത്തുമെന്ന് വീട്ടിൽ വിളിച്ചറിയിച്ചിരുന്നു. എന്നാൽ നാട്ടിലേക്ക് അദ്ദേഹം എത്തിയിട്ടില്ല. നാളിതുവരെയായി ഇദ്ദേഹത്തെക്കുറിച്ച് ഇദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് ഒരു വിവരവുമില്ല. അനിൽകുമാറിനെ തേടിയാണ് അദ്ദേഹത്തിന്റെ അമ്മയും സഹോദരിയും പ്രവാസ ലോകത്തിലെത്തിയിരിക്കുന്നത്. അനിൽകുമാറിനെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. അനിൽകുമാർ എത്ര വയസ്സുണ്ട് ഇപ്പോൾ? 32 വയസ്സ്. കല്യാണം കഴിച്ചിട്ടില്ല? ഇല്ല. ഇപ്പോൾ എത്ര വർഷമായി നാട് വിട്ട് പോയിട്ട്? ഇപ്പോൾ 2 വർഷമായി. ഈ ഏപ്രിലിൽ 2 വർഷമാവും. ഇതിനു മുമ്പ് പോയിട്ടുണ്ടോ? അതിന് മുമ്പ് പോയിരുന്നു. സൗദിയിൽ തന്നെയായിരുന്നു. സൗദി തന്നെയാണ്. അവിടെ എന്ത് ജോലിയായിരുന്നു ആദ്യം ഡ്രൈവർ തന്നെയായിരുന്നു. ഇപ്പോഴും അങ്ങനെയാണ് പോയത്. പിന്നീട് അവിടെ ജോലി അവന് ശരിയാകത്തോണ്ട് പുറത്ത് ചാടി നിൽക്കുകയെന്ന് അറിയാൻ പറ്റിയത്. പിന്നെ ഇപ്പോഴത്തെ ഈ നിയമമൊക്കെ വന്ന സമയത്ത് ഇവിടെ കൈരളിയുടെ ഇതിൽ തന്നെയാണ് ഈ ചാനലിൻ്റെ കൈരളി ചാനലിൻ്റെ അവരെ കയറി തന്നെയാണ് വരാൻ വേണ്ടി ശ്രമിച്ചത്. അന്നാണ് ഇത് വരാൻ പറ്റില്ലെന്ന് തലേ ദിവസം വിളിച്ച് പറയുമായിരുന്നു. പറ്റില്ല വിളിക്കുന്നൊക്കെ അല്ല, അതിനുശേഷം ഇതുവരെയും വിളിച്ചിട്ടില്ല. എത്രയായി? ഡിസംബർ 7-നായിരുന്നു വിളിച്ചത്. ഈ ഡിസംബർ 7. എന്താ മൂപ്പര പ്രശ്നം? എന്താ യഥാർത്ഥത്തിൽ അവിടെ നിന്ന് മാറി നിൽക്കും. ഇപ്പൊ പാസ്പോർട്ടൊന്നും കയ്യിലില്ലെന്നാണ് അറിയാൻ പറ്റിയത്. ആരെ കൊണ്ടുപോയത്? ഒരു സെയ്ദ് അഹമ്മദ് എന്ന് പറയുന്ന ഒരാളാണ് കൊണ്ടുപോയത്. മലയാളിയാണ്. എവിടെയുള്ള ആളാ? സ്ഥലം എനിക്കറിയില്ല. അവൻ ആദ്യം പോയപ്പോഴത്തേക്കും ആ ഏജന്റിന്റെ നമ്പരെല്ലാം വാങ്ങി വെച്ചിരുന്നിട്ട് അങ്ങനെയാണ് പോയത്. എത്ര മക്കളാ? ഞങ്ങൾ 3 പേരുണ്ട്. ഞാൻ മൂത്തത്. ഇയാള് രണ്ടാമത്തെ ആളാ? മൂന്നാമത്തെ ആളാ? അവൻ രണ്ടാമത്തത്. മൂന്നാമത് അനിയത്തി. അച്ഛൻ എത്തുമെന്ന് പറഞ്ഞിരുന്നു. അച്ഛൻ കൂലിപ്പണി തന്നെ. അനിൽകുമാറിന് ആണ് ആകെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അല്ലേ? അനിൽകുമാർ ഡ്രൈവറായിട്ട് അവിടെ ജോലി ചെയ്തിരുന്നതാണ് സൗദിയിൽ. വീണ്ടും അവിടേക്ക് തന്നെയാണ് ഡ്രൈവറായിട്ട് പോയത്. പക്ഷെ പിന്നെ സ്പോൺസറെ വിട്ട് അവിടുന്ന് മാറി ജോലി ചെയ്തു. അതുകൊണ്ട് പാസ്പോർട്ടും ഇതൊക്കെ മറ്റേ അറബിയുടെ കയ്യിലാണ് അല്ലേ? അതല്ലേ സംഭവം? അതിലിടയ്ക്ക് ഈ നിതാക്കത്തിൽ പെട്ടിട്ട് നാട്ടിലേക്ക് വരാനുള്ള ശ്രമം നടത്തി കൈരളിയുടെ ഇതിലൊക്കെ രജിസ്റ്റർ ചെയ്തിരുന്നു എന്നാ പറയുന്നത്. കഴിഞ്ഞ ഡിസംബർ വരെ നിങ്ങൾക്ക് ഫോണിൽ ബന്ധപ്പെട്ടു. പിന്നെ സൗദി അറേബ്യയിൽ തന്നെ എവിടെയാ സ്ഥലം? സൗദിയില് റിയാദിലാണ്. ഇങ്ങനെ ചാനലിൽ കാണിക്കുകയും ടിക്കറ്റ് കൊടുക്കുന്നതായിട്ട് പറയുകയും ചെയ്തെന്നാണ് നമ്മൾ അറിഞ്ഞത്. നമ്മൾ കണ്ടില്ല പ്രോഗ്രാം. ഇങ്ങനെ അടുത്തുള്ള ആൾ പറഞ്ഞറിഞ്ഞതാണ്. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന് അന്വേഷിച്ചത്. ഇയാള് വീടൊക്കെ നോക്കിയിരുന്ന ഒരാളാണ് അല്ലേ? ആദ്യകാലങ്ങളിൽ അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഗൾഫിൽ പോയതിനു ശേഷം കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്. റിയാദിലെ പ്രവാസ ലോകം പ്രവർത്തകരോടും അനിൽകുമാർ മലയൻകീഴ് സ്വദേശി 2 വർഷമായിട്ട് സ്പോൺസറെ വിട്ട് മാറി നിന്ന് നിതാക്കത്തിൽ പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരാളാണ്. അപ്പോൾ നാട്ടിലേക്ക് വരാൻ വേണ്ടി ശ്രമിച്ചു. അടുത്ത ദിവസം വരുന്നു എന്നുള്ളതാണ് വീട്ടുകാർക്ക് കിട്ടിയ. പക്ഷേ കിട്ടിയില്ല. പാസ്പോർട്ടോ മറ്റോ കിട്ടാത്തതാണോ എന്താണോന്ന് കാരണം എന്നറിയില്ല. ഇപ്പം അനിൽകുമാറിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല 5-6 മാസമായിട്ട്. അപ്പോൾ സ്പോൺസറുടെ കീഴിലല്ല ജോലി ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ടത്. അനിൽകുമാറിന് എന്ത് സംഭവിച്ചു കഴിഞ്ഞ 3 മാസം 4 മാസമായിട്ട് എന്നുള്ളതാണ് ഇവരന്വേഷിക്കുന്നത്. ഇപ്പോൾ വീട്ടിലേക്കൊരു വിളിയുമില്ല, ഒന്നുമില്ല. എന്താണ് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ളതൊന്നും ഞങ്ങൾക്ക് നിശ്ചയവുമില്ല ഇവിടെ. അപ്പോൾ അനിൽകുമാർ കഴിയുന്നതും വേഗം വീട്ടിലേക്കൊരു ഫോൺ ചെയ്യലാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. പിന്നെ അവിടുത്തെ പ്രവാസ ലോകം പ്രവർത്തകരുണ്ട്, കൈരളിയുടെ പ്രവർത്തകരുണ്ട്. അവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് വീട്ടിലേക്ക് പറഞ്ഞാൽ ഞങ്ങൾക്കും കൂടി മനസ്സിലാവും കാര്യങ്ങൾ. തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രവർത്തകർ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവിടെ സന്നദ്ധരായിട്ടുള്ള ഒരു വലിയ കൂട്ടം തന്നെയുണ്ട്. അവരൊക്കെ ന്യായമായിട്ടും നിങ്ങളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, ശ്രമിക്കുന്നവരാണ്, ഒട്ടേറെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരാണ്. കൈരളി ഈ കാര്യത്തിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ സൗദി അറേബ്യയിൽ നിതാക്കത്തുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അനിൽകുമാർ എന്താണ് സംഭവിക്കുന്നതെന്ന് വീട്ടിലേക്ക് വിളിച്ചറിയിക്കണം. എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്നുള്ളത് അറിയിക്കണം. ഞങ്ങളുടെ പ്രവർത്തകരെ കണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ അറിയിക്കണം.
ഞങ്ങളെ പ്രവർത്തകരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അനിൽകുമാറിൻ്റെ പ്രശ്നങ്ങൾ നിങ്ങളും കൂടി അന്വേഷിക്കുന്നത് നന്നായിരിക്കും. ഈ ചിലപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടോ ഇതൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ എന്തായാലും വീട്ടിലേക്ക് അറിയിക്കുന്നതാണ് ഉചിതമായിട്ടുള്ളത്. കാര്യങ്ങൾ എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഞങ്ങൾക്ക് കാര്യങ്ങൾ കൊണ്ട് കടക്കാൻ പറ്റും. അപ്പോൾ അനിൽകുമാർ കഴിയുന്നതും വേഗം വീട്ടിലേക്ക് വിളിക്കുക. അനിൽകുമാറിനെ കണ്ടെത്തുന്ന പ്രവാസ ലോകം പ്രവർത്തകർ അനിൽകുമാറിനെ നാട്ടിലേക്ക് അയക്കാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടുക. ഇവരിപ്പോൾ ഇതുമാത്രം പറഞ്ഞേ ഞങ്ങൾക്ക് മടക്കി അയക്കാൻ പറ്റുള്ളൂ, മറ്റു വഴികളൊന്നുമില്ല. ഇത്തരത്തിലുള്ള നൂറുകണക്കിന് ആളുകൾ ഇപ്പോഴും ഗൾഫ് നാടുകളിലുണ്ട് എന്നുള്ളത് നമ്മളെ ഭരണകൂടങ്ങൾ വിസ്മരിക്കുന്നു. നമ്മളുടെ ആളുകളൊക്കെ തെറ്റായ രീതികൾ കാര്യം എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. എല്ലാം ശുഭം എന്നുള്ള രീതിയിലാണ് നമ്മൾ ആളുകളൊക്കെ പറയുന്നത്. അങ്ങനെയല്ല. സൗദി അറേബ്യയിലെ ആയിരക്കണക്കിന് ആളുകൾ ദുരിതം പേറുന്ന, കഷ്ടപ്പാട് പേറുന്ന ജീവിതവുമായി മുന്നോട്ട് പോകുന്ന, പാസ്പോർട്ടില്ലാത്തവർ, വിസയില്ലാത്തവർ, പാസ്പോർട്ടും വിസയും അറബിയുടെ കയ്യിൽപ്പെട്ടു പോയവർ, ഇങ്ങനെ ഒട്ടേറെ കുരുക്കുകിൽപ്പെട്ട ആയിരക്കണക്കിന് ആളുകൾ ഇനിയുമുണ്ട്. ഒട്ടേറെ പേര് ജയിലിലുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടില്ല എന്ന് നടിച്ച് എല്ലാം ശുഭം എന്ന് പറയുന്നവരോട് നമുക്കൊന്നും പറയാനില്ല. നമ്മൾ ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. അനിൽകുമാറിനെ പോലുള്ള നൂറുകണക്കിന് സഹോദരന്മാർ അവിടെ ഇത്തരത്തിലുള്ള കഷ്ടപ്പാടുകളിൽപ്പെട്ട് ഉഴലുന്നുണ്ട്. തീർച്ചയായിട്ടും അവരെ സഹായിക്കാൻ പ്രവാസ ലോകം ഏത് കാലത്തും സന്നദ്ധമാണ്. പ്രവാസ ലോകം പ്രവർത്തകർ അനിൽകുമാറിനെ കാണും, നിങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു തരും. നിങ്ങളുടെ കുടുംബത്തെ ഞങ്ങൾ സമാധാനിപ്പിച്ച് അയക്കുകയാണ്.